ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ വ്യക്തിത്വത്തിനോടുമായ താങ്കൾക്കും സുസ്വാഗതം. ഞങ്ങളുടെ ഒരു ചെറിയ ട്രാവലിംഗ് വ്ളോഗ് വീഡിയോ ആണ് ഈ ചാനലിലൂടെ ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നോർത്ത് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റില കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഹൈവേയുടെ റൈറ്റ് സൈഡിലുള്ള ശരവണ ഭവനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 മണി ആയപ്പോഴാണ് നമ്മൾ അർത്തുങ്കൽ ബീച്ച്. സ്ഥലം ഇനി സസ്പെൻസ് ആയിട്ട് വെക്കുന്നില്ല, അത്ര വലിയ സംഭവമൊന്നും അല്ലായിരിക്കും. എന്നാലും അർത്തുങ്കൽ ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയോടുകൂടിയാണ് അർത്തുങ്കൽ ബീച്ചിലെത്തിയത്. അപ്പോൾ നേരെ നമ്മൾ ബീച്ചിലെത്തിയാക്കാണ് ഗൈസ്. അപ്പോൾ നമ്മളെ കടലിലേക്ക് ഒരു 2 വലിയ ചിറ കെട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടിരുന്നത് അർത്തുങ്കൽ ബീച്ചിൻ്റെ സൈഡിലായിട്ട്. പക്ഷേ നമ്മൾ വന്ന റൂട്ട് മാറിപ്പോയി. ഇതിൻ്റെ തന്നെ കുറച്ച് റൈറ്റിലേക്ക് മാറിയിട്ടാണ് ഈ പറഞ്ഞ ചിറ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ബീച്ചിൽ അങ്ങോട്ട് പോയില്ല. ഇവിടെ നേരെ ഇനി ചിറയിലേക്ക് പോയിണ്. ആ ചിറയാണ് മെയിനായിട്ട് കാണുന്നത്. അർത്തുങ്കൽ പള്ളിയാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടത്. അത് ഒരുപാട് പുരാതനമായ പള്ളിയാണ്, ഡച്ചുകാർ പണിത പള്ളിയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി പോയി. എന്നാലും ചോറ് കിട്ടി. ചോറിൻ്റെ കൂടെ നമ്മൾ ആലപ്പുഴയാണല്ലോ, ആലപ്പുഴ കുട്ടനാട് താറാവ് ഈ സംഭവമൊക്കെ ഹൈപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു താറാവ് കറി ഓർഡർ ചെയ്ത്. പക്ഷേ സംഭവം ഉണ്ടല്ലോ, ഒന്നിനും കൊള്ളില്ലായിരുന്നു. സംഭവം പാഴ്സൽ ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നു. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ അർത്തുങ്കൽ ബീച്ചിലെ 2 ചിറയുണ്ടെന്ന് പറഞ്ഞല്ല, അതിലാദ്യം ഒരു ചിറയുണ്ട്, ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതും. ഈ ചെറിയ ചിറയിലാണ് നമ്മൾ എത്തിയാക്കണേ. അപ്പോൾ ഫൈനലി നമ്മൾ അവിടെ എത്തിപ്പെട്ടാ. അത് വേറൊരു റൂട്ടാണ്. അപ്പോൾ ആ റൂട്ട് കയറി വന്നെത്തി. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ബീച്ചിൽ കുറേ കുട്ടികൾ മറ്റേ ട്യൂബ് ഇട്ടിട്ടുള്ള സംഭവമൊക്കെ ഇട്ടിട്ട് കളിയാണ്, വെള്ളത്തിൽ വഞ്ചി കളിയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് അങ്ങോട്ട് കൊണ്ടുപോയില്ല. നമുക്ക് ബൈക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ കൊണ്ടുപോയില്ല. ആദ്യമായിട്ട് വന്നാരണം. പിന്നെ അവിടെ ആരും കണ്ടില്ല. ഒരാൾ മാത്രം അവിടെ ദൂരെ ചൂണ്ടിയിടണം കണ്ട്. അപ്പോൾ അത് കാരണം ബൈക്ക് നമ്മൾ ഇവിടെ വെച്ചിട്ട് ചിറയിലേക്ക് നടക്കാനുള്ള പരിപാടിയാണ്. സംഭവം അടിപൊളിയുണ്ടോ. നമ്മുടെ പറവൂര് മുനമ്പത്ത് ഇതേപോലെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ നല്ല ലോങ്ങസ്റ്റ് സംഭവമാണ് ഇത്. ഈ ചെറുത് തന്നെ, മറ്റേതായാലും വലുതാന്നാ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ചൂണ്ടക്കാരൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പുള്ളിക്കാരൻ അവിടെ ബൈക്കൊക്കെ കൊണ്ടുവച്ച് ആ ചിറയിലേക്ക് കയറ്റിയിട്ട് അവിടെ വരെ ബൈക്ക് കൊണ്ടുപോയിട്ട് ചൂണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് മറ്റേ ചെറിയിലും വലുതാണ്, ബൈക്ക് അങ്ങോട്ട് അതിലേക്ക് കയറ്റാനൊക്കെ പറ്റും, അടിപൊളിയാണെന്ന് പറഞ്ഞു. സംഭവം വെയിൽ ഉണ്ടെങ്കിലും നല്ല കാറ്റ്, തണുത്ത കാറ്റാണ്. അത് കാരണം നമുക്കധികം ക്ഷീണമില്ല. പിന്നെ കാണാനായിട്ട് നല്ല രസമാണ്. വെയിലുണ്ടെങ്കിൽ പോലും നമുക്കത് മടുപ്പിക്കാനില്ല. ഈ തണുത്ത കാറ്റടിക്കണ കാരണം അത് നമ്മളെ ക്ഷീണമില്ലാണ്ട് നമുക്കിങ്ങനെ മനോഹരമായ വ്യൂ ആണ്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. സംഭവം വളരെ വിജനമായി ഇങ്ങനെ കിടക്കും. അപ്പം ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് ആ വലിയ ചിറയിലേക്ക് പോകണം. ഇനി അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. കാരണം നമ്മളുടെ സമയം കുറച്ച് പരിമിതികളുള്ള കാരണം വേറെ കുറച്ച് പരിപാടി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം എല്ലാത്തിനും കൂടിയുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി അങ്ങടേക്ക് ചിറയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങോട്ട് ആ ചിറയിൽ ബൈക്ക് കയറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബൈക്ക് എന്തോരം പോകുമെന്ന് അറിയില്ല. അതൊക്കെ കയറ്റി ഒരു അടിപൊളി പരിപാടിയായിരിക്കും. അപ്പോൾ അങ്ങോട്ട് വിടാം. അപ്പം നമ്മളിത് 2ാമത്തെ ചിറയിലേക്ക് എത്തിയാക്കിയാണ്. അപ്പോൾ ഇത് നമ്മൾ ബൈക്ക് അങ്ങോട്ട് കയറ്റാണ്. അപ്പോൾ നല്ല മനോഹരമായ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ വ്യൂ നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ കിടക്കും. നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. അടിയിൽ നല്ല പാറകൾ ഇട്ടിട്ടാണ് ഈ സംഭവം ചെയ്താക്കണത്. കടലിലേക്ക് വീണില്ലെങ്കിലും ഈ പാറയിൽ വീണ് കഴിഞ്ഞാൽ നല്ല തട്ടുമുട്ട് കിട്ടും. അപ്പം നല്ലൊരു അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് കേസ്. അപ്പോൾ എന്തോരം ഇത് പോകുന്നറിയില്ല. അപ്പോൾ ഇത് നമ്മൾ പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഇത് ദൂരെ ഒരു വലിയ പാറ കണ്ടിട്ടാ. അപ്പോൾ അവിടം വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചാക്കിയാണ്. കാരണം അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേഞ്ചർ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം നമ്മളിതേ ഇവിടെ ബൈക്ക് വെച്ചിട്ട് ഇതേ ഇനി പാറ ചാടിക്കിടന്നത് നേരെ ചിറയുടെ അങ്ങേ അറ്റത്തേക്ക് പോവുകയാണ്. നല്ല നീളം ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടക്കണതിൽ ഏറ്റവും നീളം കൂടിയ സംഭവമാണിത്. മുനമ്പത്തെ സംഭവം ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് പുറകിലുള്ളത്. അതിനേക്കാളൊക്കെ ഒരു 3 ഇരട്ടി. ഇതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് നീളം എനിക്കറിയില്ല. ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നല്ല സംഭവമാണ്. അതിൻ്റെ ഒരുപാട് വിഷ്വൽസും ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്തത്. സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്നതോറും നല്ല കൂടിക്കൂടി വരെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് താഴെ ശ്രദ്ധിച്ച് നോക്കി നടക്കണം. ഈ പറഞ്ഞില്ല, പാറ ഇങ്ങനെ അടുക്കി ഇട്ടാണ് സംഭവം ചെയ്താക്കണം, കരിങ്കല്ലിൻ്റെ വലിയ പീസുകൾ. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ എടുക്കാനും നമുക്ക് ഇവിടെ നിൽക്കാൻ, ഞാൻ പറഞ്ഞില്ല, ക്ഷീണം തോന്നണില്ല. ഞാൻ ഭയങ്കര പേടിച്ചാണ് വന്നത്. ആദ്യം ബീച്ചിൽ പോയപ്പോൾ അവിടുത്തെ വെയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ പണി കിട്ടുമെന്ന്. പക്ഷേ നമ്മൾ ഈ കടലിലേക്ക് അങ്ങോട്ട് പോകുന്തോറും നല്ല തണുപ്പാണ്, തണുത്ത കാറ്റാണ് വന്നത്. അപ്പോൾ സംഭവം ഫോട്ടോസൊക്കെ എടുക്കാനും നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഒന്ന് വെയിലൊന്നും കൂടി ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, മറ്റേ ചൂണ്ടക്കാരൻ പറഞ്ഞ് ചൂണ്ടിടാനൊക്കെ ആ സമയവുമ്പോൾ ആൾക്കാർ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അറിയില്ല എങ്ങനെയെന്ന്. നമുക്കധികം സമയമില്ലാത്ത കാരണം കുറച്ച് സമയം കൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ചുറ്റിക്കണ്ട് ഇങ്ങോട്ട് പോയിന്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. വരാത്തവരുണ്ടെങ്കിൽ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, അർത്തുങ്കൽ പള്ളി ഒക്കെ ഉണ്ടല്ലോ, അവിടെയും ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ. അതിനെപ്പറ്റി ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. അതാണ് പറ്റിയത്. ഞങ്ങൾ ഇതൊക്കെ എല്ലായിടത്തും പോകാമെന്നൊക്കെ വിചാരിച്ചാൽ വന്നത്, പക്ഷെ നടന്നില്ല. കാരണം സമയം കുറച്ച് ഇതായിപ്പോയി. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു വൈബ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നല്ല രസമാണ്. നമ്മൾ പിന്നെ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കിയാണ്. അപ്പം ഇത് നമ്മുടെ ആ പാറയുടെ അവിടെ എത്തി. അതിൻ്റെ അപ്പുറമാണ് ബൈക്ക് ഇരിക്കണേ. ഇനി ഇവിടെ നിന്ന് ബൈക്ക് വളയ്ക്കാൻ ഇത്തിരി പണിയാണ്, സൂക്ഷിച്ച് വളക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കടലിലേക്ക് എവിടെ വീണാലും പണി കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ തിരിച്ച് പരിപാടി അവസാനിപ്പിച്ച് പോവാണ്. നേരെ ഇനി എറണാകുളത്തേക്കുള്ള പോക്കാണ്. അപ്പോൾ ഇവിടുന്ന് ബൈക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് അർത്തുങ്കൽ ബീച്ചിനോട് ബൈ പറഞ്ഞുകൊണ്ട് നമ്മളിത് വ്ളോഗ് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിത് ഇനി ഇവിടെ നിന്ന് വണ്ടി ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് വളച്ചെടുത്ത് ഇവിടെ നിന്ന് ഇനി നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിൽ കൂടി വണ്ടിയൊക്കെ ഓടിച്ച് കയറ്റുമ്പോൾ നല്ലോണം കെയർഫുള്ളായിട്ട് കയറണം, ഇല്ലെങ്കിൽ പണി കിട്ടും. എങ്ങനെ വീണാലും, കടലിൽ വീണാലും നിലത്ത് വീണാലും പണിയാണ്, നല്ല ഡാമേജ് പറ്റും. നമ്മളപ്പോൾ അത് കൊച്ചിയിൽ എടപ്പള്ളിയിൽ ലുലുമാൾ കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ LED കട എന്ന് തോന്നുന്ന വിധത്തിലുള്ള 2-3 കടകളുണ്ട്. അവിടെ കയറിയിരിക്കുകയാണ്. ഹോട്ടലാണ്ടാ, നല്ല വർണ്ണത്തിൽ LED ഒക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു, വന്നാലൊരു ക്ഷീണം മാറാത്തതുകൊണ്ട് ഒരു ഫ്രഷ് ലൈം, പിന്നെ ഒരു ക്യാരറ്റ് ജ്യൂസ് ഇതൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക് വിടാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.